പേര് ബ്രീസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 2022 സെപ്റ്റംബർ 21 ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നതല്ല. ഞാൻ DED പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് എൻ്റെ മിസ്സ് പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അന്ന് മുതൽ 2019 മുതൽ കൃപാസനത്തിൽ വരണമെന്ന ആഗ്രഹമുണ്ട്. കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കൊറോണ ആയതുകൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് കൃപാസനത്തിൽ വരാനോ പ്രാർത്ഥിക്കാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2021 ജൂൺ മാസം 1 കോട്ടയത്ത് പാലായിൽ ചെറുകര സ്കൂളിൽ ഡെയിലി വേജസിൽ ജോലിക്ക് വന്നു. അവിടുത്തെ കഞ്ഞി വെക്കുന്ന ചേച്ചി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞങ്ങൾ കൃപാസനത്തിൽ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചേച്ചിയുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ ചേച്ചിയുടെ കൂടെ കൃപാസനത്തിൽ നാളെ പോവാമെന്ന് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, വേണ്ട, പൂജാ ഹോളിഡേയ്സിൻ്റെ ലീവിന് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഞാൻ വരുന്നില്ല, ഞാൻ പൂജാ ഹോളിഡേയ്സിന് എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് വന്നോളാം എന്ന് ചേച്ചിയോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുറേ രാത്രിയിൽ ഞാൻ ആലോചിച്ചു, എനിക്കിപ്പം മാതാവായിട്ട് ഇങ്ങോട്ട് ചിലപ്പോൾ ഞാനവിടെ ചെല്ലാൻ, മാതാവിൻ്റെ അടുത്ത് വരാൻ മാതാവിന് എന്നെ വിളിക്കാൻ തോന്നിയതുകൊണ്ടായിരിക്കും ചേച്ചി വഴി എന്നെ വിളിച്ചതെന്ന് തോന്നി. ഞാൻ അവസാനം എൻ്റെ തീരുമാനം മാറ്റി ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു, ചേച്ചി രാവിലെ പോകുന്ന കൂട്ടത്തിൽ ഞാനും വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ രാവിലെ 2022 സെപ്റ്റംബർ 21 രാവിലെ 7 മണിയായപ്പം 7:15 ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ അന്ന് ഒരു ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടോക്കൺ എല്ലാം ആദ്യത്തെ ബാച്ചിൻ്റെ സെക്ഷൻ്റെ കഴിഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞു, ഇനി 9 മണിക്ക് ടോക്കൺ കൊടുക്കാൻ തുടങ്ങുള്ളൂ, 2 മണിയുടെ ബാച്ചിനെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ടല്ല, ജസ്റ്റ് പ്രാർത്ഥിക്കാനായിട്ട് വന്ന എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ ഉടമ്പടി എടുത്തിട്ട് പോയേക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നിടത്തേക്ക് വന്നത്. അപ്പം ടോക്കൺ എല്ലാം കൊടുത്തു കഴിഞ്ഞു. 2 മണി വരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അന്ന് എനിക്കൊരു വാശിയായിരുന്നു. ഇത്രയും നാളത്തെ എൻ്റെ ആഗ്രഹം ഞാൻ ഇവിടെ എത്തി, മാതാവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് എൻ്റെ സ്വാർത്ഥതയുടെ പുറത്ത്, അല്ലെങ്കിൽ എനിക്ക് സമയമില്ലല്ലോ എന്നോർത്ത് മാറ്റണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമുക്ക് ഉടമ്പടി എടുത്തിട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളന്ന് ഉടമ്പടി എടുത്തു. അന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ മാതാവ് ഒന്നല്ലെങ്കിൽ പല പ്രാവശ്യം എനിക്ക് നിരവധി അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും വിധത്തിൽ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ 1 2 അല്ല, കുറേയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ മാസം 5 എൻ്റെ അച്ഛയ്ക്ക്, എൻ്റെ പപ്പായ്ക്ക് പനി പിടിച്ചു. 4 കൊല്ലം മുമ്പ് എൻ്റെ അമ്മ മരിച്ചു പോയതാണ്, ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയി. എനിക്ക് 2 അനിയത്തിമാരാണുള്ളത്, ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അപ്പോൾ ജൂലൈ 5 എൻ്റെ അച്ഛയ്ക്ക് പനി പിടിക്കുന്നു. അന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ക്ലിനിക്കിൽ പോയി കാണിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒബ്സർവേഷനിലായിരുന്നു. തിരിച്ച് വീട്ടിൽ വിട്ടു. വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തു, മരുന്നെല്ലാം കഴിച്ചു, പനി കുറയുന്നില്ല. പിറ്റേന്ന് രാവിലെ അനിയത്തി, ഞാനിവിടെ കോട്ടയത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് അന്ന് വെള്ളപ്പൊക്കത്തിൻ്റെ സമയമാണ്, അപ്പം ഞങ്ങൾക്കൊക്കെ അവധിയാണ്. അപ്പോൾ അവൾ രാവിലെ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, എടി അച്ഛയ്ക്ക് പനിയാണ്, എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല, കുറച്ച് സീരിയസ് ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അച്ഛയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നിങ്ങളൊരു ഓട്ടോ പിടിച്ച് പോകാൻ പറഞ്ഞ് അത്രയും ഞാൻ പറഞ്ഞു ഡെങ്കിപ്പനിയുടെയൊക്കെ സീസണല്ലേ, പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞ് അവരെ രാവിലെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അവർ രാവിലെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് വണ്ടി ഓടിക്കത്തില്ലായിരുന്നു, എന്നിട്ട് പോലും അച്ഛൻ വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് അച്ഛയുടെ ശരീരത്ത് അച്ഛയ്ക്ക് പോലും ഒന്ന് തൊടാനോ ഒന്നും പറ്റത്തില്ലാത്ത പോലെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ചെന്ന് സിംറ്റംസ് എല്ലാം കണ്ടപാടെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് എലിപ്പനിയാണ്, നിങ്ങൾ ഉടനെ ഒന്നെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുപോക്കോ, ഇവിടെ നിർത്തണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇഞ്ചക്ഷനും തന്ന് അവിടുന്ന് എമർജൻസി ആയിട്ട് 108 ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡയറക്റ്റ് ICUവിൽ ആക്കി. അന്ന് വൈകുന്നേരം ഞാനിവിടെ വെള്ളിയാഴ്ചയായിരുന്നു, അന്ന് 6 വെള്ളിയാഴ്ച, കഴിഞ്ഞ മാസം ജൂലൈ 6 വെള്ളിയാഴ്ച. അന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് ഞാൻ കോട്ടയത്ത് നിന്ന് കണ്ണൂർക്ക് പോയി. ശനിയാഴ്ച രാവിലെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണൂരേക്ക് ചെല്ലുമ്പോൾ 2.4 ആയിരുന്നു ക്രിയാറ്റിൻ ലെവൽ. എലിപ്പനി കൂടുതലായിപ്പോൾ, എലിപ്പനി വന്നതൊന്നും അറിഞ്ഞില്ല. പനിച്ച് കഴിഞ്ഞപ്പോഴാണ്, പനി പുറത്ത് വന്നപ്പോഴാണ് ക്ഷീണം. ആരോഗ്യമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പുറത്ത് വന്നില്ല. പനി പിടിച്ച് അങ്ങനെ അച്ഛൻ പറഞ്ഞു, എനിക്ക് കുറേ കൊല്ലങ്ങൾ കൂടിയാണ് പനി വരുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ ആശുപത്രി കാണിച്ചത്. അപ്പം സിംറ്റംസ് എല്ലാം കണ്ട് എലിപ്പനിയാണെന്ന് അറിഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ക്രിയാറ്റിൻ ലെവൽ 2.4 ആയിരുന്നു.
അത് കഴിഞ്ഞ് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ യൂറിൻ വരുന്നില്ലായിരുന്നു. യൂറിൻ ഒന്നും പോകാതെ ICUലായിരുന്നു. ICUയിൽ ഞാൻ അന്ന് രാവിലെ ചെന്നപ്പോൾ അന്നത്തെ രാവിലത്തെ ഇതിൽ 3 പോയിൻറ്റ് സംതിങ് ആയിട്ട് ക്രിയാറ്റിൻ ലെവലെല്ലാം കൂടി. അന്ന് വൈകുന്നേരം, ശനിയാഴ്ച വൈകുന്നേരം ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു കിഡ്നി ഓൾമോസ്റ്റ് ഫെയിലിയർ ആണ്. അപ്പം അന്ന് വൈകുന്നേരം ജസ്റ്റ് യൂറിൻ പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് യൂറിൻ പോകുന്നതുകൊണ്ട് മാത്രം കിഡ്നി ഫങ്ഷനിങ് ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളോട് പറഞ്ഞത് നാളെ ഞായറാഴ്ച നിങ്ങൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പ്രിപ്പയർ ആയിരിക്കണം, നമുക്ക് ജസ്റ്റ് പ്യൂരിഫിക്കേഷന് വേണ്ടി. അപ്പം ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു ജീവിതകാലം മൊത്തം ഡയാലിസിസ് ചെയ്യണോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞല്ല, പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ്, നിങ്ങൾ ഡയാലിസിസിനൊന്ന് ഒരുങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ഡയാലിസിസ് ചെയ്യാമെന്ന ഉറപ്പിൽ നിന്നു. ഞായറാഴ്ച രാവിലത്തെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം നമുക്ക് ഡയാലിസിസ് ചെയ്യണ്ട, തിങ്കളാഴ്ചത്തെ റിസൾട്ട് വന്നിട്ട് നമുക്ക് നോക്കാമെന്ന്. കാരണം എൻ്റെ അച്ഛയുടെ ലിവർ മഞ്ഞപ്പിത്തവും കൂടി പിടിച്ചായിരുന്നു, എലിപ്പനി വന്നു, കിഡ്നിക്ക് പ്രശ്നമായി, അതുപോലെ തന്നെ ആൽക്കഹോളിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം കൂടുതലായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ ലിവർ ഓൾമോസ്റ്റ് നിന്നായിരുന്നു, ഫങ്ഷനിങ് ഇല്ലാതെ പോയായിരുന്നു. അപ്പം എൻ്റെ അനുജത്തിയുടെ ഒരു ഫ്രണ്ട് ഡോക്ടറായിരുന്നു. അപ്പം ആ ഡോക്ടർ അദ്ദേഹം പറഞ്ഞു എടി നിൻ്റെ പപ്പയുടെ ലിവർ വർക്കിംഗ് അല്ല, പോയിൻറ്റ് സംതിങ് വല്ലതും വർക്ക് ചെയ്തു, അല്ലാതെ ഫങ്ഷനിങ് അല്ല, പുള്ളിയുടെ നില കുറച്ച് ക്രിട്ടിക്കലാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനായി. ആദ്യം ഞങ്ങളോടൊന്നും പറയുന്നില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനായി. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അന്ന് ഞങ്ങൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വഴി ഞങ്ങൾ അറിഞ്ഞു ക്രിട്ടിക്കലാണ്, ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ കുറയാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിലനിൽക്കാം, ചിലപ്പോൾ ആൾ മരിച്ചു പോയേക്കാം എന്ന് ഡോക്ടർമാർ പറഞ്ഞതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായി. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ അച്ഛയുടെ ഫാമിലി, അമ്മയുടെ ഫാമിലി എല്ലാവരും ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ വന്ന് കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും അച്ഛയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ ഞങ്ങളും എല്ലായിടത്തും പ്രാർത്ഥനാപേക്ഷകളെല്ലാം കൊടുത്തതിൻ്റെ ഫലമായിട്ട് തിങ്കളാഴ്ച രാവിലത്തെ റിസൾട്ട് വന്നപ്പോൾ, അത് മാത്രമല്ല അതിനു മുമ്പായിട്ട് ഞായറാഴ്ച രാത്രി, ഇതിനു മുമ്പ് ICUലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉടമ്പടി തൈലം അച്ഛയുടെ ശരീരത്ത് മൊത്തം തേക്കുമായിരുന്നു. അച്ഛയും പൂർണ്ണ വിശ്വാസത്തോടെയാണ് ICUയിൽ കടന്നുകൊണ്ടിരുന്നത്. ഒന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം അച്ഛയ്ക്കും ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലം ശരീരത്ത് മൊത്തം ഞങ്ങൾ തേക്കുമായിരുന്നു. അതുപോലെ തന്നെ കഞ്ഞി മാത്രമേ കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ആ കഞ്ഞിയിൽ ഞങ്ങൾ ഇവിടുത്തെ വെഞ്ചിരിച്ച് ഉപ്പ് ഇട്ട് അച്ഛയ്ക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അങ്ങനെ 5 ദിവസം ICUയിൽ കടന്നു. തിങ്കളാഴ്ച രാവിലെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ, അതിനു മുമ്പ് ഞായറാഴ്ച രാത്രിയിൽ ഞങ്ങൾ അമ്മയില്ല, അതുപോലെ തന്നെ അച്ഛയും കൂടി ഇല്ലാതെ ഞങ്ങളെ അനാഥരാക്കുമോ മാതാവേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ആൻറ്റി എന്നോട് വിളിച്ച് പറഞ്ഞെടി നീ പ്രാർത്ഥിക്കണം, എൻ്റെ അച്ഛയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഇവിടുന്ന് നടന്ന് എൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് അച്ഛനെ കൂട്ടിക്കോട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്നായിരുന്നു ഞാൻ നേർന്നത്. പക്ഷേ ഇപ്പം ഞാൻ കോട്ടയത്ത് നിന്ന് എൻ്റെ ജോലി സ്ഥലത്തുനിന്ന് വന്നതുകൊണ്ട് അച്ഛയെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ അച്ഛയ്ക്ക് ഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നു, എനിക്ക് ഇന്നപോലെ കൃപാസനത്തിൽ പോകാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നീട് ഒരു ദിവസം നമുക്ക് കൃപാസനത്തിൽ പോകാം, ഞാൻ നാളെ പോയിട്ട് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അച്ഛയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി രാവിലത്തെ ബ്ലഡ് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ അച്ഛയുടെ ക്രിയാറ്റിൻ ലെവലൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രവർത്തനരഹിതമായിരുന്ന ലിവർ ഫങ്ഷനിങ് തുടങ്ങി. ലിവറിൻ്റെ ഫങ്ഷനിങ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു തൽക്കാലം ഡയാലിസിസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, യൂറിൻ പോകുന്നത് കൊണ്ട് കിഡ്നിയും വർക്കിംഗ് ആണ്, അതുപോലെ തന്നെ ലിവർ ഇപ്പം പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഡയാലിസിസിനെ കുറിച്ച് ഇപ്പം ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് തന്നെ, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തന്നെ എൻ്റെ അച്ഛനെ ICUവിൽ നിന്ന് പുറത്തിറക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ കടന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ക്രിയാറ്റിൻ ഒരു 5 പോയിൻറ്റ് സംതിങ് 5 ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ICUവിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി കഴിയുമ്പോൾ അച്ഛയുടെ ക്രിയാറ്റിൻ ലെവൽ ക്രമേണ 6.4 ആയിട്ട് കൂടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ഹോസ്പിറ്റലിൻ്റെ ലാബിൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് കരുതി ഞങ്ങൾ പുറത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ 7 എന്നാണ്, ഞങ്ങൾക്ക് 7.2 അത്രയും ഞങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ തൈലം പുരട്ടുന്നതും ഉപ്പിട്ടുള്ള വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ചുള്ള ഭക്ഷണം കൊടുക്കുന്നതൊന്നും ഞങ്ങൾ നിർത്തിയില്ല, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റിന് വരണം, വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം വരാമെന്ന്.
വീട്ടിൽ നിന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത്രയും സീരിയസ് ആയിട്ടിരുന്ന അച്ഛയുടെ ക്രിയാറ്റിൻ ലെവല് 1.5 ആയിട്ട് കുറഞ്ഞു. ഈശോയ്ക്കും മാതാവിനും ഒത്തിരിയേറെ നന്ദി. 1.5 ആയിട്ട് കുറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് ഞങ്ങൾ ചോദിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, ഇവിടുന്ന് പോയതിനെ കഴിഞ്ഞ് മെടുക്കാനായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ട എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അച്ഛൻ അങ്ങോട്ട് ചോദിച്ചു, എനിക്കെല്ലാം ശരീരം നന്നാവാൻ ഒരു ടോണിക്കെങ്കിലും തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ജസ്റ്റ് അയൺ ടാബ്ലറ്റ്സ്, പേരിനൊരു അയൺ ടാബ്ലറ്റ്സ് മാത്രം തന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇന്നലെ വരെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അച്ഛയ്ക്ക് ഒരു കുഴപ്പമില്ല, മിടുക്കനായിട്ടിരിപ്പുണ്ട്. ഈശോയ്ക്കും മാതാവിനും ഞങ്ങളെ അനാഥരാക്കി വിടാതെ ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളെ 3 പേരെയും അനാഥരാക്കാതിരുന്ന കൃപാസന മാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ ഞാൻ 2022 സെപ്റ്റംബർ 21 ഉടമ്പടി എടുക്കാൻ നേരത്ത് എൻ്റെ ഒരു നിയോഗം വെച്ചത് എനിക്കൊരു പെർമനൻറ്റ് ജോലിയായിരുന്നു. എൻ്റെ 3ാമത്തെ നിയോഗമായിരുന്നു എനിക്കൊരു പെർമനൻറ്റ് ജോലി. കാരണം 2019 DED കഴിഞ്ഞ് TTC ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഡിഗ്രി എടുത്തു. 2019 എൻ്റെ അമ്മ മരിച്ച സമയമാണ്. ആ സമയത്ത് ഞാൻ പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ കൊല്ലം എനിക്ക് പഠിപ്പിക്കാൻ എവിടെയും കയറാൻ പറ്റിയില്ല. പിന്നെ കൊറോണ വന്നു, എനിക്ക് പഠിപ്പിക്കാനോ പോകാനോ പറ്റിയില്ല. പിന്നെ 2 കൊല്ലം ഞാൻ ഡെയിലി വേജസിൽ ജോലി ചെയ്തു. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, അടുത്ത കൊല്ലത്തെ അക്കാദമിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പെർമനൻ്റായിട്ട് എവിടെയെങ്കിലും എനിക്കൊരു ജോലി തരണേ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഇക്കൊല്ലം ജൂൺ 1-ാം തീയതി തന്നെ ഞാൻ സെൻറ്റ് ആൻ്റണീസ് UP സ്കൂൾ ചെറുങ്ങന പൈങ്ങളം പാലായിക്കടുത്ത് പെർമനൻറ്റ് ജോലിക്ക് ചേർന്നു. ജോലിക്ക് ജോയിൻ ചെയ്തു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ മെയ് 30-ാം തീയതി എനിക്ക് കാറ്റഗറി 1 കേട്ടിട്ട് കാറ്റഗറി 1 ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് ഞാൻ കാറ്റഗറി 2-ന് കഴിഞ്ഞ പ്രാവശ്യം എഴുതി 4 മാർക്കിന് തോറ്റുപോയി. അതുകൊണ്ട് തന്നെ അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എന്നെ കളിയാക്കി, നീ എന്നാ ചുമ്മാ പൈസ കളയാനാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ കളിയാക്കിയതിൻ്റെ ഫലമായിട്ട് ഇപ്രാവശ്യത്തെ എഴുതിയെടുക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജൂൺ 30-ാം തീയതി ആയിട്ടും എനിക്ക് പെർമനൻ്റായിട്ടൊരു വിളി രൂപതയുടെ സ്കൂളിൽ നിന്നൊന്നും വരാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ പരീക്ഷയ്ക്കാണെങ്കിലും എനിക്ക് പഠിക്കാൻ തോന്നിയില്ല. കാറ്റഗറി 2-ൻ്റെ പരീക്ഷ എനിക്ക് പഠിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പരീക്ഷ പഠിക്കാതെ പോവുകയും ചെയ്തു. അതുമാത്രമല്ല, ഇതുവരെ എനിക്ക് പരീക്ഷയ്ക്ക് സമയം എഴുതാൻ തികഞ്ഞിട്ടില്ല. ഞാൻ വിശദമായിട്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചെഴുതുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് 4:30 വരെയുള്ള സമയം ഇതുവരെ തികഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം ഞാൻ പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയതുകൊണ്ട് തന്നെ പ്രതീക്ഷയുമില്ലായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ചാണ് പോയത്. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ, ഞാൻ എൻ്റെ കൊന്തയിൽ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച 4-ാം തീയതി കേട്ടിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ 93 മാർക്കോടുകൂടി ജയിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഞാൻ തോക്കുമെന്ന് തന്നെ കരുതിപ്പോയി എഴുതിയത്. അതുമാത്രമല്ല, പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത്, എപ്പോഴും 500 രൂപ കളയാനൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് കാറ്റഗറി 1 ഉള്ളതുകൊണ്ട് 2 ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ മാതാവേ, ഇതെൻ്റെ അവസാനത്തെ എഴുത്താ, ഇനി ഞാൻ പരീക്ഷ എഴുതുവേല എന്നും പറഞ്ഞ് പോയി എഴുത പരീക്ഷയാണ്. മിനിഞ്ഞാന്ന് റിസൾട്ട് വന്നപ്പോൾ 93 മാർക്കോടുകൂടെ ഞാൻ പാസ്സായത്. അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ കൃപാസനത്തിലാണേലും വരാൻ എനിക്ക് പല തടസ്സങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റി മറ്റേതെങ്കിലും ഒരു തരത്തിൽ മാതാവ് എന്നെ അമ്മയുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതാവ്, എൻ്റെ അമ്മ മരിച്ച അന്ന് മുതൽ ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം പറയുന്നത് മാതാവിനോടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ മാതാവ് എനിക്കൊരു സങ്കടമുണ്ടെങ്കിൽ പോലും അതൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാറ്റി തന്നിട്ടുണ്ട്. ഞങ്ങളെ എപ്പോഴും കൈപിടിച്ച് നടത്തുന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുമാത്രമല്ല, മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനമാണ് ഞാൻ എപ്പോഴും പണ്ട് മുതൽ തന്നെ എൻ്റെ അമ്മ ഞങ്ങളോട് പറയുമായിരുന്നു, മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറഞ്ഞു പഠിക്കണമെന്ന്. അച്ഛൻ ആശുപത്രി കടന്ന സമയത്താണേലും എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ കുടുംബത്തിന് തന്ന അനുഗ്രഹങ്ങൾക്കും എൻ്റെ അച്ഛയുടെ രോഗസൗഖ്യത്തിനും അതുപോലെ തന്നെ എൻ്റെ പരീക്ഷാ വിജയത്തിനും ഒരുപാട് നന്ദി. മാതാവിനും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി.